നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും നടക്കുന്നുണ്ട്. പാലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് കോൺഗ്രസ് വിമതയായി മത്സരിച്ച മായയെ UDFിനൊപ്പം നിർത്തിയിരിക്കുന്നു. അതായത് മായ രാഹുൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആകും പാലാ നഗരസഭയിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. 12-നെതിരെ 14 വോട്ടുകൾ നേടിയാണ് മായയുടെ ജയം എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. പാലാ നഗരസഭയിൽ മായ രാഹുൽ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ഒരു പുതിയ വിവരം ജോസി ബാബു കോട്ടയത്ത് നിന്നും നൽകുന്നുണ്ട്. പാലാ നഗരസഭയിൽ അവിടുത്തെ വലിയ തരത്തിലുള്ള വാർത്തകളിൽ ഇടം പിടിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പാലാ നഗരസഭയിലേക്ക് ആരായിരിക്കും വരിക എന്നുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു നഗരസഭയാണ് പാലം. പുളിക്കക്കണ്ടം ഫാമിലിയാണ് അവിടെ 3 സ്ഥാനാർത്ഥികൾ. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേർ ജയിച്ച് അങ്ങനെ ദിയ പുളിക്കക്കണ്ടം പാലാ നഗരസഭയുടെ അധ്യക്ഷയായി, ഒപ്പം തന്നെ സ്വതന്ത്രയായി മത്സരിച്ച മായ, അതായത് കോൺഗ്രസിൻ്റെ തന്നെ വിമതയായ മായ രാഹുലാണ് അവിടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ഏറ്റവും പുതിയ വിവരം. ജോസി ബാബു കോട്ടയത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, ഏറ്റവും പുതിയ വിവരം എന്താണ് പാലയിൽ നിന്നുള്ളത്? പാലാ നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരിക്കുന്നു. കോൺഗ്രസ് വിമതയെ മത്സരിച്ച് ജയിച്ച മായ രാഹുലാണ് പാലാ നഗരസഭയിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ. 12-നെതിരെ 14 വോട്ടുകൾ നേടിയാണ് മായയുടെ ജയം. കോൺഗ്രസ് വിമതയായി മത്സരിച്ച മായയെ കൂടി ഒപ്പം നിർത്തിയാണ് UDF പാലാ നഗരസഭയിൽ അധികാരം പിടിച്ചത്. നഗരസഭയുടെ അധ്യക്ഷയായി ദിയ പുളിക്കക്കണ്ടം രാവിലെ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഡെപ്യൂട്ടി ചെയർപേഴ്സണായി മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. പാലയിൽ കോൺഗ്രസ് വിമതയായി മത്സരിച്ച മായ രാഹുൽ അവിടെ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. മായയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിയ പുളിക്കക്കണ്ടമാണ് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടെ തന്നെ ദിയ പുളിക്കക്കണ്ടം അവിടെ പാലാ നഗരസഭയിൽ അധ്യക്ഷയായി, ഒപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പിന്തുണയോടുകൂടെ തന്നെയാണ് അവിടെ UDF ഭരണം പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.